Hi, Namaste, welcome back to my channel Vinchela. ഇന്നത്തെ ബാങ്ക് നിഫ്റ്റിയുടെ മോർണിംഗ് മൊമെൻറ്റ് ഇന്നെന്ന് പറഞ്ഞാൽ 24 ഏപ്രിൽ. ഇപ്പോൾ ഇന്ന് നോക്കുകയാണെങ്കിൽ മോർണിംഗിൽ ബാങ്ക് നിഫ്റ്റി ബൈ ട്രേഡ് ഉണ്ടായിരുന്നു. മോർണിംഗിൽ ഒരു 9:20 കഴിഞ്ഞപ്പോഴത്തേക്കും ബാങ്ക് നിഫ്റ്റി ബൈ സിഗ്നൽ തന്നിരുന്നു. 48,074 ബൈ തന്ന് നമുക്ക് റെസിസ്റ്റ് ചെയ്ത് ലെവൽ ബ്രേക്ക് ചെയ്തൊരു ഫസ്റ്റ് ടാർഗറ്റ് അടിച്ച് ഇപ്പോഴും മാർക്കറ്റ് കയറി നിൽക്കുകയാണ്. ശകലം പുൾ ബാക്ക് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ തിരിച്ച് ഇനിയും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു അപ് ട്രെൻഡ് ഇനിയും നമുക്കൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ സോഫ്റ്റിൽ എങ്ങനെ സിഗ്നൽ കാണിക്കുന്നു അതേപോലെ റിവേഴ്സ്. ഇപ്പോൾ ഇന്നലത്തെ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ വളരെ കൺസോളിഡേഷൻ ആയിരുന്നു. ഗ്യാപ്പിൽ നല്ല രീതിയിൽ ഗ്യാപ്പിൽ ഓപ്പൺ ആയ ശേഷം മാർക്കറ്റ് അതേ റേഞ്ചിൽ നിൽക്കുമായിരുന്നു. പിന്നീട് വന്ന സെല്ലും ഒരുപാട് ഇറങ്ങാതെ ആ റിവേഴ്സ് പോകുന്ന പോയിന്റും എക്സിറ്റ് ചെയ്യാനുള്ള കറക്റ്റ് കാണിച്ചു തന്നിട്ടുണ്ട്. ഒരുപാട് ഇറങ്ങിയിട്ടില്ല. അപ്പോൾ അത് സൈഡ് വേസ് വരുമ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയറിൽ എക്സ്ട്രാ കളേഴ്സ് ആയിട്ട് ഇൻഡിഫിക്കേഷൻ കാണിച്ചു തരും കറക്റ്റ് ഡീറ്റെയിൽസ്. അപ്പം അഥവാ സെല്ലെടുത്ത് നമ്മൾ ആക്ച്വലി റിവേഴ്സ് പോയി കഴിഞ്ഞാലും നമുക്ക് ഒരുപാട് ലോസ് ഇല്ല, നമുക്ക് എക്സിറ്റ് ചെയ്യാനുള്ള രീതിയിലൊരു ഇൻഫർമേഷൻ സോഫ്റ്റ്വെയറിൽ നിന്ന് കറക്റ്റ് രീതിയിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ട്രേഡ് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ട്രേഡിൽ നമുക്ക് 47,800 കോൾ ഓപ്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് മോർണിംഗിൽ 9:49 ആയപ്പോൾ നമുക്ക് ബൈ തന്നിട്ടുണ്ട്. 356 ബൈ പറഞ്ഞു. മാർക്കറ്റ് അപ്രോക്സിമേറ്റ് നേരെ കയറി 432 വരെ പോയിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് മാർക്കറ്റ് ഇപ്പോൾ ശകലം ഇറങ്ങി നിൽക്കുവാണ്, പുൾ ബാക്കാണ്. പക്ഷേ സെല്ലായിട്ടില്ല, തിരിച്ചിനി കയറണം. ഇനി ഒരു നെക്സ്റ്റ് ഒരു ലെവലിലേക്ക് കയറണം ബൈ ഇനി കിട്ടണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ അത് റെസിസ്റ്റ് ചെയ്ത് ലെവലിൽ ബ്രേക്ക് ചെയ്ത് കയറണം. ആ സമയത്ത് നമുക്ക് സോഫ്റ്റ്വെയർ റീ എൻട്രി തരും. അപ്പം ഇതുവരെ എടുത്തിട്ടില്ലാത്തവർക്ക് നെക്സ്റ്റ് എൻട്രി എടുക്കാനുള്ളൊരു അവസരമാണത്. അപ്പോൾ എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു തരാം. പിന്നെ അത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇത്ര ശ്രദ്ധിച്ച് വെച്ചാൽ മതി. ഇപ്പോൾ ഒരു സിഗ്നൽ വരികയാണെങ്കിൽ അത് അലേർട്ടായിട്ട് മെസ്സേജ് കിട്ടും. ഡീറ്റെയിൽസ് മുകളിലും താഴെ ഉണ്ടാവും. 70.3 ടാർഗറ്റാണ്. ഇപ്പോൾ സിഗ്നൽസ് കൺഫേം ആണെന്ന് നോക്കുക. ക്യാൻഡിൽ കളറും താഴത്തെ കൺഫർമേഷൻ ബാർ രണ്ടും മാച്ചിങ് ആവണം. പ്രൈസ് ഇൻ ബൈസ് ഓൺ ഓട്ടോമാറ്റിക്കലി വന്നോളൂ. നെക്സ്റ്റ് ക്യാൻഡിൽ നമ്മൾ ട്രേഡ് എടുക്കാം. അവിടെ നേരെ കയറിയിട്ടുണ്ട്. ഇപ്പോൾ മാർക്കറ്റ് കുറച്ചൊന്ന് ഫുൾ ബാക്ക് അടിച്ച് നിൽക്കുകയാണ്. ഇനി നെക്സ്റ്റ് റീ എൻട്രി വരണം, അല്ലെങ്കിൽ ആ റെസിസ്റ്റ് ചെയ്ത ലെവൽ കട്ട് ചെയ്ത് കയറി കഴിഞ്ഞാൽ സെക്കൻഡ് ടാർഗറ്റ് അല്ലെങ്കിൽ തേർഡ് ടാർഗറ്റിന് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ട ഇത്. അപ്പോൾ ആ സമയത്ത് ഓപ്ഷൻ എടുക്കുമ്പോൾ നമുക്ക് 48,000 47,800 900 അത് നമ്മുടെ മാർജിൻ പോലെ നമുക്ക് എടുക്കാം. അപ്പോൾ അതിപ്പോൾ എടുക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ തിരിച്ച് കയറുകയാണെങ്കിൽ ഈ റേറ്റിന് എടുക്കണം. അതിൻ്റെ ടാർഗറ്റ് താഴെയുള്ളത് വെക്കാം, സ്റ്റോപ്പ് ലോസും വെക്കാം. സ്റ്റോപ്പ് ലോസ് ഇപ്പോഴത്തെ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ആണ്. നമുക്ക് മാർക്കറ്റ് ചേഞ്ച് ആവുന്നത് വെച്ചാൽ സ്റ്റോപ്പ് ലോസ് അവിടെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതാണ് ട്രെയിലിംഗ് എന്ന് പറയുന്നത്. നമ്മൾ എപ്പോഴാണോ നമ്മളിപ്പം രാവിലത്തെ ട്രേഡ് മിസ്സായെങ്കിൽ നെക്സ്റ്റ് എൻട്രി ലെവൽ എവിടെ നിന്നാണോ അപ്പോൾ ആ റേറ്റിനനുസരിച്ചുള്ള SL ഇവിടെ കാണിക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഈസിയാണ് ചെയ്യാനായിട്ട്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ഓപ്ഷൻസിൽ മാത്രമല്ല, നമുക്ക് ഏത് മാർക്കിലും നമ്മുടെ സോഫ്റ്റ് സപ്പോർട്ടാണ്. NSE ക്യാഷ് ഫ്യൂച്ചർ ഓപ്ഷൻസ്. ഇതിനകത്ത് ടോട്ടൽ 8 സ്ട്രാറ്റജികളുണ്ട്, 2 സ്കാനുണ്ട്. ഇപ്പം മോർണിംഗിൽ നല്ല മൂവ്മെൻറ്റുള്ള സ്റ്റോക്കുകൾ നമുക്ക് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സോഫ്റ്റിൻ്റെ സ്കാനറിലൂടെ സാധിക്കുന്നതാണ്. സ്കാനറിൽ ഇപ്പം ഇന്നത്തെ രാവിലത്തെ മോർണിംഗ് മൊമെൻറ്റ് നമ്മൾ ഫസ്റ്റ് ഇവിടെ ആദ്യം വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വെക്കണം ഡീറ്റെയിൽസ്. നമ്മുടെ അഥവാ നമ്മൾ ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കുകളെല്ലാം വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഈ സ്കാനർ സെറ്റ് ചെയ്ത് വെച്ചാൽ മതി. ഇപ്പോൾ ഈ സ്കാനറിൽ നമുക്ക് പറഞ്ഞു തരും സ്ട്രോങ് ബുള്ളിഷുള്ള സ്ട്രോങ് ബിയറിഷ് ഉള്ളതെന്ന് കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ എളുപ്പമുണ്ട് നമ്മുടെ സോഫ്റ്റ്വെയറിൽ. ഇപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ നല്ല ബുള്ളിഷ് ട്രെൻഡാണ് ഇപ്പോൾ. അതാണ് നമ്മുടെ സോഫ്റ്റ് അവിടെ കാണിച്ചത്. ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് ഭാരത് ഫോർജിൻ്റെ നമുക്ക് ചാർട്ട് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം കണ്ടിന്യൂസ് ആയിട്ട് മോർണിംഗ് ബൈ കയറി പുൾ ബാക്ക് അടിച്ച് പിന്നെയും കയറി. പിന്നെ ബ്രേക്ക് ചെയ്യുന്ന പോർഷനിൽ നല്ല സ്ട്രോങ് ബൈ ഉണ്ട്. അപ്പോൾ അത് കാരണം നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ സ്കാനറിൽ കറക്റ്റ് ഇൻഡിഫിക്കേഷൻ നമുക്കവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെയാണ് സോഫ്റ്റ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ടും എങ്ങനെ ഈ സ്ട്രാറ്റജികൾ യൂസ് ചെയ്യാമെന്നുള്ള ലൈവ് സെക്ഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി കോൺടാക്ട് ചെയ്യാം. താങ്ക് യു.